വേദത്തിലെ കിതവ സൂക്തം ആണ് ഇന്ന് മുതൽക്ക് നമുക്ക് പഠിക്കാനുള്ളത്. 7ാമത്തെ അഷ്ടകത്തില് 8ാമത്തെ അധ്യായത്തില് 7, 8, 9 എന്നീ വർഗങ്ങളിലായിട്ടാണ് ഈ കിതവ സൂക്തം രചിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പം കിതവ സൂക്തത്തില് ഋഷിയായിട്ട് കിതവൻ വരുന്നുണ്ട്, ഋഷി വരുന്നുണ്ട്, അക്ഷങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെ പല പല ദേവതയായിട്ടും അക്ഷങ്ങൾ വരുന്നുണ്ട്. ഇങ്ങനെ കിതവ സൂക്തം വളരെ രസകരമായിട്ടുള്ള ഒരു സൂക്തം ആണ് ഋഗ്വേദത്തിലെ. നമുക്ക് സൂക്തത്തിലേക്ക് പ്രവേശിക്കാം. ആദ്യത്തെ ഋക്ക് പ്രാവേപാമാ ബൃഹതോ മാദയന്തി പ്രവാതേജ ഇരിണേ വൃതാനാ സോമസ്യേവ മൗജവതസ്യ ഭക്ഷോ വിഭീദകോ ജാഗ്രവിർമഹ്യമച്ഛാൻ. ഇവിടെ പദച്ഛേദം പ്രാവേപാ മാ ബൃഹത മാദയന്തി പ്രവാതേ ജ ഇരിണേ വൃതാനാ സോമസ്യ ഇവ മൗജവതസ്യ ഭക്ഷ വിഭീദക ജാഗ്രവി മഹ്യം അച്ഛാൻ. ഇതാണ് പദച്ഛേദം. ഇനി അന്വയത്തിലേക്ക് പ്രവേശിക്കാം. അന്വയം ബൃഹത പ്രവാതേജ ഇരിണേ വൃതാന പ്രാവേപാ മാ മാദയന്തി കിഞ്ച ജാഗ്രവി വിഭേദക മഹ്യം അച്ഛാൻ സോമസ്യേവ മൗജവതസ്യ ഭക്ഷ യഥാ മാദയതി തദ്വത്. ഇവിടെ അന്വയം കേൾക്കുമ്പോൾ അർത്ഥബോധം കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ. മാദയന്തി എന്ന വാക്കൊക്കെയാണ് നമുക്ക് കുറച്ച് പരിചയമുള്ളത്. മഹ്യം, ബൃഹത ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ മാത്രമേ നമുക്ക് പരിചയമുള്ളത് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ വാക്കുകളുടെ ആശയം കൂടി പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവനും വ്യക്തമാവും. ബൃഹത എന്ന വാക്ക് വൈദിക ഭാഷ വളരെ കുറച്ചേ പറയുള്ളൂ. അതിലൂടെ കുറേ അധികം ആശയങ്ങളെ നമ്മുടെ മുന്നിലേക്ക്, അർത്ഥങ്ങളെ നമ്മുടെ മുന്നിലേക്ക് ഇട്ട് തരുന്ന ഒരു സമ്പ്രദായമാണ് വൈദിക ഭാഷയുടെ. അപ്പോൾ ബൃഹത എന്ന വാക്കിന് മഹത വിഭീദകസ്യ ഫലത്വേന സംബന്ധിന എന്നർത്ഥം വരും. മഹത എന്നേ അർത്ഥമുള്ളൂ. പക്ഷെ മഹത്തായ വിഭീദകത്തിന്റെ ഫലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വിഭീദകത്തിന്റെ ഫലമായിട്ടുള്ള എന്നർത്ഥം. വിഭീദകം എന്ന് പറഞ്ഞാല് താന്നിമരം ആണ് വിഭീദകം. മഹത വിഭീദകസ്യ എന്ന് പറഞ്ഞാലോ പെരിയ താന്നിമരം. താന്നിമരം പെരിയ താന്നിമരവും ചെറിയ താന്നിമരവും ഉണ്ട്. അതില് പെരിയ താന്നിമരത്തിന്റെ കായ അതുമായി അതായിട്ടുള്ള അതിനോട് ബന്ധപ്പെട്ട പ്രവാതേജ എന്ന വാക്കിന് പ്രവണേ ദേശേ ജാതാ പ്രവണദേശത്തിൽ ജനിച്ച ഇരിണേ വൃതാന. ഇരിണേ എന്ന് പറഞ്ഞാൽ ആസ്ഫാരം എന്ന് പറഞ്ഞ പലക. വൃതാന എന്ന് പറഞ്ഞാൽ പ്രവർത്തമാന എന്നർത്ഥം. അപ്പോ പെരിയ താന്നിമരത്തിന്റെ ഫലവുമായി ബന്ധപ്പെട്ട് പ്രവണം എന്ന ദേശത്ത് ജനിച്ച് പലകയിൽ പ്രവർത്തിക്കുന്ന പ്രാവേപാ. പ്രാവേപാ എന്ന വാക്കിന് പ്രവേപിണ കമ്പനശീല എന്നർത്ഥം. എന്താണ് ഈ കമ്പനശീലമുള്ളവ, വിറയ്ക്കുന്നവ എന്താണ്? അക്ഷങ്ങൾ. അക്ഷങ്ങൾ എന്ന് പറഞ്ഞ ചൂതിന്റെ കരുക്കൾ. മാമാദയന്തി എന്നെ മതിപ്പിക്കുന്നു. കിഞ്ച ജാഗ്രവി. ജാഗ്രവി എന്ന് പറഞ്ഞാലോ ജാഗരണസ്യ കർത്ത എന്നാണ് അർത്ഥം. ഉണർത്തുന്നതിന് കാരണമായ. ആരെ ഉണർത്തുന്നതിന്? എവിടെ നിന്ന് ഉണർത്തുന്നതിന്? ജയപരാജയോ ഹർഷശോകാഭ്യാം കിതവാനാം ജാഗരണസ്യ. ജയപരാജയങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന, ജയപരാജയങ്ങളിൽ നിന്നുണ്ടാകുന്ന ഹർഷശോകങ്ങളോട് കൂടിയ കിതവന്മാരുടെ ജാഗരണത്തിന്, ഉണർവിന്
കാരണഭൂതനായിട്ടുള്ള വിഭേദക. വിഭേദകം എന്ന് പറഞ്ഞാൽ താന്നിമരം എന്നാണ് അർത്ഥം. പക്ഷെ ഇവിടെ എന്താണ്? താന്നിയുടെ കായ്കളായ അക്ഷങ്ങൾ. വിഭേദക വികാരോക്ഷ എന്നർത്ഥം ഇവിടെ എടുക്കണം. മാം അത്യർത്ഥം മാദയതി, അതാണ് അച്ഛാൻ, എന്നെ അത്യധികം മതിപ്പിക്കുന്നു. മഹ്യമച്ഛാൻ എന്നതിന് അത്യർത്ഥം മാദയതി എന്നർത്ഥം. തത്ര ദൃഷ്ടാന്ത, അതിനൊരു ദൃഷ്ടാന്തം പറയാണ്. സോമസ്യേവ മൗജവതസ്യ ഭക്ഷ. എപ്രകാരമാണോ മുജവതി പർവ്വതേ ജാതസ്യ സോമസ്യ, മൗജവതസ്യ സോമസ്യ, മുജവതി പർവ്വതേ ജാതസ്യ സോമസ്യ പാനം യജമാനാൻ ദേവാംശ്ച മാദയതി തദ്വത്. അപ്പോ നിങ്ങൾക്ക് അന്വയം എഴുതുമ്പോ മൗജവതസ്യ സോമസ്യ ഇവ ഭക്ഷ എന്നത് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം. യഥാ മാദയതി തദ്വത്, എപ്രകാരമാണോ മുജവത് പർവ്വതത്തിൽ ഉണ്ടായ സോമരസത്തിന്റെ പാനം യജമാനന്മാരെയും ദേവന്മാരെയും മതിപ്പിക്കുന്നത്, അതുപോലെ എന്നെ ഈ അക്ഷത്തിന്റെ കരുക്കൾ, ചൂതിന്റെ കരുക്കൾ എന്നെ അത്യന്തം മതിപ്പിക്കുന്നു, എന്നെ വല്ലാതെ ഉന്മാദത്തിൽ ആറാടിപ്പിക്കുന്നു എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആശയം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ അതിൻ്റെ ചില വാക്കുകൾ, പ്രാവേപാ എന്നതിന് പ്രവണേ ദേശേ ജാത എന്നർത്ഥം. ഈ രിണേ എന്ന വാക്കിന് ആസ്ഫാരേ എന്നർത്ഥം. വർവൃതാന എന്ന വാക്കിന് പ്രവർത്തമാന എന്നർത്ഥം. പ്രവേപിണ എന്ന വാക്കിന് കമ്പനശീല എന്നർത്ഥം. അപ്പോൾ ഈ അർത്ഥങ്ങളും കൂടിയും നിങ്ങൾ നോക്കുക. ഓക്കെ.